ചീനച്ചട്ടിയിൽ നമ്മൾ കടുക് പൊട്ടിക്കാതെ ഇട്ടതിന് ശേഷമായിരിക്കും കറിവേപ്പിലക്ക് മുറ്റത്തേക്ക് ഓടുന്നത്, കറിവേപ്പില പറിക്കാനായിട്ട്. ആ പരിപാടി നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ കറിവേപ്പില ആവശ്യാനുസരണം നമുക്ക് വീട്ടിലെടുക്കാൻ എളുപ്പത്തിലെടുക്കാനായിട്ടുള്ള പരിപാടി എന്താണെന്നോ ആണ് ഞാനീ പറയുന്നത്. സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് അധികം കറിവേപ്പില അങ്ങോട്ട് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഇതളിൽ നിന്ന് ഇലകളൊക്കെ അതിൽ നിന്ന് ഉതിർത്തിയെടുക്കുക. ഉതിർത്തിയെടുത്തതിന് ശേഷം ഒരു ടിന്നിലാക്കുക. ടിന്നിലാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിന്നിൽ ഈർപ്പം പാടില്ല. അതേപോലെ തന്നെ ഈ കറിവേപ്പില ഫാനിൻ്റെ അടിയിലിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം ടിന്നിലിട്ട് വയ്ക്കാനായിട്ട്. ഒരു ചെറിയ പാത്രത്തിൽ ഇടാനുള്ളതേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള കറിവേപ്പിലുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഇപ്പം ഞാനെടുത്തതിൻ്റെ ഇരട്ടി കറിവേപ്പില ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കാം. അത് കണ്ടു കഴിയുമ്പോൾ ഒരുപാടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കറിവേപ്പില ഇതൊന്ന് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കറിവേപ്പില ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അവിടെ കറിവേപ്പില നമ്മൾ ഒരു ടീനിലാക്കിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിൽ വെച്ചാൽ മതി. ഏകദേശം 2-3 ആഴ്ചയ്ക്ക് ഒരു കേടും കൂടാതെ ഇരുന്നോളൂ. നമ്മൾ ഇതിൻ്റെ തണ്ടുകളെല്ലാം എടുക്കുകയാണ്. തണ്ടുകളെല്ലാം എടുത്തിട്ട് ഇത് നല്ല ഒരു ടൂത്ത് പിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇത് ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൂത്ത് പിക്കായിട്ട് ഉപയോഗിക്കാം.